ഹലോ എവ്രി വൺ, അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോയുടെ താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ ആൻസർ തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്നത് വിസിറ്റ് വിസ 3 മന്ത്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊരു പ്രഖ്യാപനമൊക്കെ വന്നെങ്കിലും ഇതുവരെയും വിസിറ്റ് വിസ 3 മന്ത്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും 1 മാസത്തേക്ക് മാത്രമേ വിസിറ്റ് വിസയുള്ളൂ. അതുപോലെ തന്നെ വിസിറ്റ് വിസ ആർക്കൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇമ്മീഡിയറ്റ് ഫാമിലി, നമ്മുടെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അതായത് ഏറ്റവും അടുത്തുള്ള ക്ലോസ് റിലേറ്റീവ്സിന് വേണ്ടി മാത്രമാണ് വിസിറ്റ് വിസ ഇപ്പോൾ അവർ അലൗ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫീമെയിൽ നേഴ്സസിന് ഫാമിലി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫീമെയിൽ നേഴ്സസിന് ഫാമിലി കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. എപ്പോൾ വേണമെങ്കിലും നിയമങ്ങൾ മാറാം എന്നുള്ളതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് നടക്കുകയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മെയിൽ നേഴ്സസിന് നിങ്ങൾക്ക് 800 KD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ സ്പോൺസർ ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്ന കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് 800 KD സാലറിയിൽ അവരുടെ 14 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു മകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫൈനൽ തീരുമാനം ഓരോ ഗവർണറേറ്റിലും ഇരിക്കുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം അല്ലാത്ത കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പിന്നെ ആളുകൾ ചോദിക്കുന്നതാണ് BLS ലേബർ റൂമിൽ മെറ്റേണിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ BLSൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് BLS 2 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു BLS നിങ്ങൾക്ക് വേണം. ACLSൻ്റെ അത്യാവശ്യമില്ല. BLS അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ അക്രഡിറ്റേഷനുള്ള അവരുടെ ഒരു BLS ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയായിരിക്കും എപ്പോഴും നല്ലത്. നാട്ടിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇവിടെ വരുന്നതിന് മുൻപേ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വേറെ രാജ്യത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നുള്ള BLS ആയാലും കുഴപ്പമില്ല. പക്ഷേ ACLS മസ്റ്റല്ല. ഈ കുവൈറ്റ് MOHൽ എത്ര വർഷം വരെ നമുക്ക് ജോലി ചെയ്യാം എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ഇതുവരെയും പലപ്പോഴും നിയമങ്ങൾ മാറാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 65 ഇയേഴ്സ് വരെ നമുക്ക് ജോലി ചെയ്യാം. എന്നിരുന്നാലും 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനായിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് HPSAG പോസിറ്റീവ്, HIV പോസിറ്റീവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ അലൗഡ് അല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത ചില അസുഖങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ നമ്മളോട് റിസൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരിതാണ് ഇവിടെ ഉള്ളത്. പിന്നെ 25 ഇയേഴ്സിന് മേളിലും ഇവിടെ ജോലി ചെയ്ത ആളുകളുണ്ട്. 30 ഇയേഴ്സൊക്കെ ആയിട്ട് കുവൈറ്റ് MOHൽ ജോലി ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്. അത് നമ്മളുടെ ആരോഗ്യമൊക്കെ അനുസരിച്ച് ഇപ്പോൾ വളരെ യങ് ഏജിൽ 22 ഇയേഴ്സിലൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് 30 ഇയേഴ്സൊക്കെ 25 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ 50സിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് തുടർന്നും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കുവൈറ്റ് MOH കൊടുക്കുന്നുണ്ട്. ഇതുവരെയും മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ PCCയുടെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ കുവൈറ്റിലേക്ക് 3 മന്ത്സ് മാത്രമേ ഉള്ളൂ. PCC ഇന്ത്യയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേക്കും പല വാലിഡിറ്റിയാണ്. ഇപ്പോൾ US എടുക്കുകയാണെങ്കിൽ 1 ഇയർ വാലിഡിറ്റിയാണ് അവർ US പറയുന്നത്. പക്ഷേ കുവൈറ്റിലേക്ക് വരാനായിട്ട് 3 മന്ത്സ് വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എടുക്കുമ്പോൾ എക്സ്പയറി ആണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കുക. പിന്നെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറിയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാറുണ്ട്. പാസ്പോർട്ട് 2 ഇയേഴ്സ് നമുക്ക് വാലിഡിറ്റി ഉള്ളതാണ് എപ്പോഴും നല്ലത്. നമ്മൾ സിവിൽ ID, നമ്മൾ റെസിഡൻസ് അടിക്കുമ്പോൾ പാസ്പോർട്ടിന് ഒരു 1 ഇയർ വാലിഡിറ്റി ആവശ്യമുള്ളൂ. പക്ഷേ അവർ അത്യാവശ്യമായിട്ട് പറയുന്ന 2 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ 2 ഇയേഴ്സ് നമ്മൾ ഉള്ളൊരു വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നീട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ വന്നും പാസ്പോർട്ട് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നല്ലത് അവർ ഡിമാൻഡ് ചെയ്യുന്ന 2 ഇയേഴ്സ് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് ചാനൽസ് ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലിങ്ക് ഓപ്പൺ ആണ് എന്നുള്ളൊരു കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ പല വീഡിയോസും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നാട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല സാലറി കൊടുക്കുന്ന ഈ രാജ്യത്തേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ആരെങ്കിലും ഉള്ളവരെ ഒറ്റ പൈസ പോലും മുടക്കാതെ ഇങ്ങോട്ട് വരാനുള്ള ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് അവരോട് പറയുക. പിന്നെ നിങ്ങൾ ആരും ഏജൻസിയുടെ കെണിയിൽ വീഴാതിരിക്കുക. ഇത് ഡയറക്റ്റായിട്ട് MOH നടത്തുന്ന ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ഒരിക്കലും നമ്മൾ ഏജൻസിയുടെ ഒരു സഹായം തേടാതിരിക്കുക. അവർ ചോദിക്കുന്ന പണം നമ്മൾക്കറിയാം, ഏജൻസീസ് ഒരു കൺട്രോൾ ഇല്ലാതെയാണ് നമ്മളോട് പൈസ ഈടാക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഏജൻസീസ് മേടിച്ചുകൊണ്ടിരുന്ന പണം അവർക്ക് നഷ്ടപ്പെടുന്നു എന്നവർക്ക് മനസ്സിലാകാം. നമ്മൾക്കറിയാം ഈ ഏജൻസിയുടെ പ്രോബ്ലം കൊണ്ടാണ് എത്രയോ വർഷങ്ങൾ MOH നാട്ടിൽ നിന്ന് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്തിട്ടില്ല.
അപ്പോൾ ഇനിയും അവരുടെ മുന്നിൽ നമ്മളുടെ തല വെച്ച് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ദൈവം ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ്. ഒരു ഏജൻസിയുടെയും അവർ ലിങ്ക് ഓപ്പൺ ചെയ്ത് തരാമെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാ ഡേറ്റാസ് അപ്ലോഡ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നവരുടെ അടുത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട്. അത്ര പരിചയമില്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെയാണ് പല കോളേജുകൾക്ക് ഇതിൻ്റെ ഫോർമാറ്റ് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾ വരാൻ ശ്രമിക്കുക. അല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വന്നതിന് ശേഷം ചില അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 3 മന്ത്സിലേക്ക് നിങ്ങൾക്കൊരു ഹോട്ടൽ, അല്ലെങ്കിൽ ആ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ തന്നെയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയി താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അലവൻസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 പേര് കൂടി ഒരു ഫ്ലാറ്റ് എടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ളത്. പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ICUവിൻ്റെ ഏതാണ് ഗ്രേഡ് നമുക്ക്, അല്ലെങ്കിൽ എമർജൻസി ഏത് ഗ്രേഡാണ്. ഞാൻ പല വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ICU, എമർജൻസി ഇതെല്ലാം ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. OT. അപ്പോൾ ഇവർക്കെല്ലാം A ഗ്രേഡാണ്. മിക്കവാറും ചില ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും A ഗ്രേഡാണ്. ഏതൊക്കെ ഹോസ്പിറ്റലാണെന്ന് സ്പെഷ്യലി എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ചില ഹോസ്പിറ്റലിൽ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് A ഗ്രേഡാണ്. ചില ഹോസ്പിറ്റലിലാകട്ടെ ഓൺലി ഇതുപോലെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമാണ് A ഗ്രേഡ് ഉള്ളൂ. സാലറി നമ്മൾക്കൊരു GNM ഇത്ര ആണെങ്കിൽ എത്ര വർഷം എത്ര സാലറി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് MSc നേഴ്സാണ്, ഞാൻ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് 3 മന്ത്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ഫൈനൽ സാലറി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാലറി എത്രയാണെന്ന് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ 100 KD കുറഞ്ഞു പോകും. അതുപോലെ തന്നെ A ഗ്രേഡ് അല്ലെങ്കിൽ 50 KD വീണ്ടും കുറയും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസ്ക് അലവൻസ് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചൊക്കെ ഫൈനൽ സാലറിയിൽ വളരെയധികം വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എവിടെ പോസ്റ്റിംഗ് കിട്ടുന്നോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഫൈനലായിട്ടുള്ള ഒരു തീരുമാനം. പക്ഷേ ഒരു 650 എബവ് ഒരു സാലറിയാണ് ഇവിടെ വരുന്ന ഏകദേശം എല്ലാ നേഴ്സസിനും തന്നെ കിട്ടുന്നത്. പ്രൊവൈഡഡ് ഇപ്പോൾ ഡിപ്ലോമക്കാരൊക്കെ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സാലറിയിലോട്ട് പോകും. പക്ഷേ ഇപ്പോൾ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നേഴ്സസിനും 650 എബവ് സാലറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പുതുതായിട്ട് വരുന്ന ആളുകളുടെ കാര്യങ്ങൾ അല്പം വ്യത്യാസമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, പുതുതായിട്ട് വരുമ്പോൾ ഇൻഡെംനിറ്റി, അതായത് നമ്മൾ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ കിട്ടുന്ന ഒരു തുക, ആ ഒരു കോൺട്രാക്റ്റ് ഇപ്പോഴത്തെ പുതിയ ഒരു കോൺട്രാക്റ്റിലെ ആളുകൾക്കില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സാലറിയിൽ അല്പം ഒരു ഉയർച്ച പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റും പോസ്റ്റിങ്ങും എല്ലാം അനുസരിച്ചിരിക്കും, ഹോസ്പിറ്റൽ അനുസരിച്ചൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി എത്ര പ്രാവശ്യം ചോദിച്ചാൽ പോലും അതിൻ്റെ ആൻസർ നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പലരും ചോദിച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 45 ഇയേഴ്സ് വരെ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. നേരത്തെ മെയിൽ നേഴ്സസിന് 35, ഫീമെയിൽ നേഴ്സിന് 40 എന്നുള്ളിടത്ത് ഇപ്പോൾ 45 വയസ്സുള്ള ആളുകളെ പോലും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ സുവർണ്ണ അവസരം എല്ലാവരും ഉപയോഗിക്കുക. ഇവിടുന്ന് പോയ ആളുകൾ പോലും തിരിച്ചിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ കുവൈറ്റ് നല്ല ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, നിങ്ങൾക്ക് നാട്ടിൽ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് പറയാനുള്ളൂ പേഴ്സണലി. പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഫാമിലി വിസ ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങളത് മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ജോലിക്ക് കിട്ടി സെറ്റിലായി കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിന് ഒരു ജോലി, ഇവിടെ ഒരു ജോബ് വിസയോ എന്തെങ്കിലും എടുത്തു വന്ന് ഒരു ജോലി നോക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാനൊക്കെ പറ്റും. പക്ഷേ ഒരു 17, 18 ആ ഒരു ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പലപ്പോഴും ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ വരുന്നത് അവിടെ ഇരിക്കുന്ന ഒരു മാനേജറിൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയ അനുസരിച്ചിരിക്കും. ഇപ്പോൾ 5 ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പേഴ്സണലി എനിക്കറിയാം 14 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടിയുടെ വന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് 100% നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡിന് ഒരു ജോലി ഇവിടെ തരപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.